ഇവിടെ വരുന്ന ഡി സി ടിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ വരുന്നത് ഒരു വെറ്റ് ക്ലച്ച് വരുന്ന ഡി സി ടി വാഹനമാണ്. അപ്പം എന്താണ് ഒരു വെറ്റ് ക്ലച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡി സി ടി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഡി സി ടി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ള ഡസ്റ്ററാണ്, അതായത് 2026 ഡസ്റ്ററാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത്. എന്നാൽ ഈ വാഹനത്തിൽ വരുന്ന ഒരു ഡി സി ടി ഗിയർ ബോക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന ഡി സി ടിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ വരുന്നത് ഒരു വെറ്റ് ക്ലച്ച് വരുന്ന ഡി സി ടി വാഹനമാണ്. അപ്പം എന്താണ് ഒരു വെറ്റ് ക്ലച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറ്റ് ക്ലച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, അപ്പോൾ പൊതുവേ നമ്മൾ വെറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ് നമ്മുടെ ബൈക്കുകളെല്ലാം. അതായത് ബൈക്കിലെല്ലാം നമുക്ക് വെറ്റ് ക്ലച്ചാണ് കിട്ടുന്നത്. അതായത് ഓയിലിനകത്ത് ഡിപ്പ് ചെയ്താണ് അതിൻ്റെ ക്ലച്ച് വരുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു വെറ്റ് ക്ലച്ച് ഡി സി ടി കിട്ടുന്ന സമയത്ത് അതിൽ വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ട്രാൻസ്മിഷൻ ആണെന്നുള്ളതാണ്. അതായത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ചേഞ്ചസ് ഉണ്ടാകും. അതായത് രണ്ട് ക്ലച്ച് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ ഡ്യുവൽ ക്ലച്ച് ഫുള്ളായിട്ട് നമ്മുടെ ഓയിലിനകത്താണ് ഇത് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കൂളിംഗ് ഫംഗ്ഷൻ വളരെ സ്മൂത്തായിട്ട്, അതായത് കൂളിംഗ് ഫംഗ്ഷൻ വളരെ കൃത്യമായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ വെയർ ആൻഡ് ടയർ ഉണ്ടാകുന്നില്ല. ഇനി ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. സാധാരണ ഒരു ഡി സി ടി വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു രീതിക്കെങ്കിലും നമുക്കൊരു ഗിയർ ഷിഫ്റ്റിംഗ് മനസ്സിലാവുന്നുണ്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നതെങ്കിൽ പോലും ചെറിയൊരു ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിക്കെങ്കിലും ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു ഷിഫ്റ്റിംഗ് ഫീൽ ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയുന്നതിനെ കഴിഞ്ഞും നിങ്ങളിതൊന്ന് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡസ്റ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യത്തിൻ്റെ ഒരു ഗുണങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ക്ലച്ചിന് വെയർ വളരെ കുറവായിരിക്കും. കാരണം ഇത് ഓയിലിൽ ഡിപ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂളിംഗ് ഫീച്ചർ നല്ല കൃത്യമായിട്ട് നടക്കും. അങ്ങനെ കൂളിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ വെയർ അഥവാ തേയ്മാനം ഇവിടെ ഉണ്ടാകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവും കൂടെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അതായത് ഓയിലും കൂടെ വരുന്നുള്ളതുകൊണ്ട് ലീക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ ആക്കേണ്ട ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അത് ടെക്നിക്കൽ സൈഡ് അഥവാ നമ്മുടെ ഒരു മെയിൻ്റെനൻസ് സൈഡ് വളരെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നും വരുന്നില്ല. എന്നാൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയത്തുമില്ല.